ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സും സ്പിരിറ്റ് ഗൈഡ്സും നിങ്ങൾക്ക് തരാൻ പോകുന്ന അഡ്വൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനുള്ള സ്ട്രഗ്ലിങ്സിലാണ് നിങ്ങളിപ്പോൾ. അത് ചിലപ്പോൾ നിങ്ങളുടെ ഹോം റിലേറ്റഡ് ആയിരിക്കാം, കരിയർ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ഒക്കെ ആയിരിക്കാം. നിങ്ങളൊരു ഭാഗം സ്റ്റേബിൾ ആക്കുവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ മറ്റേ ഭാഗം സ്റ്റെബിലിറ്റി ഇല്ലാതെ പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് കാർഡ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 3 of Swords, 8 of Pentacles, 2 of Wands ആൻഡ് Queen of Pentacles. നിങ്ങളൊരു കരിയർ അല്ലെങ്കിൽ ലൈഫ് ബിൽഡ് ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടേതായൊരു വേൾഡ് നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി. കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ടൊക്കെ എവിടെയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്കൊരു സെക്യൂറായ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കുന്ന സ്റ്റെപ്സിൽ നിന്നും മറ്റുള്ളവർ നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഒന്നിലധികം സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ തീരുമാനിക്കണം നിങ്ങൾക്ക് എബ്രോഡ് പോകണം ഒരു ജോബിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വേറൊരു പ്ലേസിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങളെ ലൈഫ് സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ജോബ് ഉണ്ടായിരിക്കും, പക്ഷേ കുറച്ചും കൂടെ ഒരു സെക്യൂർ ആക്കാൻ വേണ്ടി നിങ്ങളത് നിന്നും വേറൊന്നിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എന്തിനാണ് പോകുന്നത്, അത് ശരിയല്ല, നിങ്ങൾ ഇവിടെ നിൽക്കെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ ആളുകൾ വരും. അത് ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഓരോന്ന് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളെ തടയാൻ ശ്രമിക്കും. അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അവരെ ഡിസ്കാർഡ് ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ പറ്റാത്ത അത്രയും ഇമ്പോർട്ടൻസ് അവർക്ക് നിങ്ങളുടെ ലൈഫിലുണ്ട് താനും. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ശരിക്കും സ്റ്റക്കായി പോകും. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഈ ഡിസിഷൻ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ്. നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തു പോയാൽ അത് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് വിഷമമാവും. സത്യത്തിൽ നിങ്ങൾക്ക് ആരെയും വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല. എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ ജോബ് നോക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ ഈ പറയുന്ന ആളുകൾ നിങ്ങളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളിപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് ലീവ് ചെയ്യരുതെന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റേബിളാക്കാൻ ഓരോന്ന് ചെയ്യുമ്പോൾ ആ വ്യക്തികൾ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതിപ്പോൾ അവരാ ചെയ്യുന്ന കാര്യം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. കാരണം അവരെപ്പോഴും അവരുടെ പേഴ്സ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങളെപ്പോഴും നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. കാരണം അവരവരുടെ അഭിപ്രായമാണ് പറയുന്നത്, നമ്മളുടെ അഭിപ്രായം അല്ലല്ലോ പറയുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു ലൈഫിൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, നല്ലതുപോലെ എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ 100% ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷേ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റോ ഫിനാൻഷ്യൽ ഫുൾഫിൽമെൻറ്റോ കിട്ടുന്നില്ല. നിങ്ങൾ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ 100% എഫേർട്ടൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് നിങ്ങൾക്കൊരു ഔട്ട്കം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയേ മതിയാവും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെ നിങ്ങളെ സെൽഫിഷ് റീസൺസിന് വേണ്ടി ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആളുകൾ നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്താണെന്നോ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ പ്രയോറിറ്റീസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ചോയ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ചോയ്സ് എന്താണ് അതിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന ആളുകളുടെ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യും, എന്നിട്ട് അവരത് നിങ്ങൾക്കെതിരെ യൂസ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത് അവർ അവരെ കൊണ്ട് പറ്റുന്ന പോലെ എന്തും ചെയ്യട്ടെ, നിങ്ങളെപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാനാണ്. എന്ത് തന്നെയാലും ഈ ഡ്രാമ വലിയ താമസമില്ലാതെ എൻഡ് ആകുന്നതാണ്. നിങ്ങളുടെ ഫേവറിനനുസരിച്ചുള്ള ചേഞ്ചുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. എന്തായാലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹോപ്പ് കളയരുത്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ തടയുന്ന ഒന്നിനും നിങ്ങൾ എക്സ്ക്യൂസ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ
ഒരു വ്യക്തി അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഒരു നല്ല കാര്യത്തിൽ നിന്നും നിങ്ങളെ തടഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഡ്രീം നടത്തിയെടുക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ സന്തോഷത്തോടെ ജീവിക്കാനാണ്. ഞാൻ പറയുന്നത് എൻ്റെ വ്യൂവേഴ്സ് ഒരിക്കലും തെറ്റായി എടുക്കരുത്. ചിലപ്പോൾ നമ്മുടെ ചില ആഗ്രഹങ്ങൾക്കൊക്കെ നമ്മുടെ പേരൻസ് എതിര് നിൽക്കുമല്ലേ, അങ്ങനെ ചെയ്താൽ ശരിയാകില്ല, അവിടേക്ക് പോയാൽ ശരിയായില്ല എന്നൊക്കെ. ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ അതൊരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ട ഒന്നല്ല. പേരൻസിനെ മാനിക്കേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് ഒന്നും തന്നെ തടസ്സമാകരുത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നിങ്ങളുടേത് മാത്രമാണ്. എൻ്റെ സ്വപ്നം ഞാൻ ആർക്കു വേണ്ടിയും ഉപേക്ഷിക്കില്ല എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം.